ഹല്ലേലൂയ. നമുക്കിരിക്കാം. ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ആരാധനയ്ക്ക് മുമ്പ് നമുക്ക് ഒരു കത്ത് ഇങ്ങനെ വായിച്ച് കേൾക്കാം. അമേരിക്കയിലുള്ള മകൾക്ക് വേണ്ടി ഒരമ്മ സാക്ഷ്യം ഇങ്ങനെ പറയുകയാണ്. എൻ്റെ മകൾ ടെസ്സി അമേരിക്കയിലാണ്. ഒരു ചെക്കപ്പിൽ അവൾക്ക് ഹാർട്ടിന് ബ്ലോക്കാണെന്ന് ഡോക്ടർ കണ്ടെത്തി. ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. തുടർന്നുള്ള ചെക്കപ്പിൽ ഉടൻ തന്നെ ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അവിടെ ഡോക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ്. എനിക്ക് വയസ്സ് 76 വീട്ടിൽ മിക്കവാറും ഒറ്റയ്ക്കാണ് ഞാൻ. ഈ അവസ്ഥയിൽ നൈറ്റ് വിജിലിൽ ചേർന്നുകൊണ്ട് ടി വിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ ആശ്രയം. ഒരു നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സമൂഹം ആളുകൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. സഹോദരി പറയുകയാണ്, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ വലിയൊരു സമൂഹം പ്രാർത്ഥിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ രാത്രി അത്ഭുതം സംഭവിക്കുകയാണ്. അപ്പോൾ തന്നെ സർജറി ചെയ്യാനുള്ള ഡോക്ടേഴ്സ് അവിടെ ലഭ്യമാക്കുകയും സർജറി നടത്താൻ സാധിക്കുകയും ചെയ്തു. ഈ സമയം നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നൈറ്റ് വിജിൽ കഴിഞ്ഞ് TV ഓഫ് ചെയ്യുന്ന സമയത്ത് മരുമകൻ്റെ മെസ്സേജ് വരുന്നു, സർജറി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്, ഒരു കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ചെന്ന് മരുമകൻ്റെ സാക്ഷ്യം ലഭിച്ചു എന്ന് നമ്മൾ പറയുകയാണ്. കരങ്ങളടിച്ച് ചേർത്താൻ പറഞ്ഞു. കരങ്ങളടിച്ച് ഇവിടെ ഞാൻ വായിച്ചത് നമ്മുടെ നൈറ്റ് വിജിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ആരാധന ജീവിക്കുന്ന ദൈവം എഴുന്നള്ളി വരുന്ന സമയമാണ്. ആ സഹോദരി പറയുകയാണ്, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു സമൂഹം എൻ്റെ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായി തോന്നി. ഒരുപക്ഷെ ആ സമൂഹം ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കാം, അല്ലേ? ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ സ്വർഗത്തിലെ മാലാഖമാരായിരിക്കാം. അതാണ് ജാഗരണ പ്രാർത്ഥനയുടെ ശക്തി. അപ്പോൾ ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ആരാധനയിൽ ഈശോ നമ്മുടെ വീടുകളിലേക്ക് ഇറങ്ങി വരും. അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കാനഡയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഗൾഫ് രാഷ്ട്രങ്ങളിലോ എവിടെയായിരിക്കട്ടെ, ഈശോ ആൽഫയും ഒമേഗയുമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുമേൽ നിൽക്കാം. ഈ രാത്രിയിൽ ഈശോ സുഖപ്പെടുത്താൻ എഴുന്നള്ളി വരുന്ന സമയമാണ്. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുണ്ടോ, അവരെ ഓർക്കാൻ നമുക്ക്. വീട്ടിലെ അവസ്ഥകളെ, സാഹചര്യങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. സൗഖ്യം ആവശ്യമുള്ളവരെ, അനുഗ്രഹം ആവശ്യമുള്ളവരെ, രക്ഷ ആവശ്യമുള്ളവരെ എല്ലാം ദൈവസന്നിധി സമർപ്പിക്കാം. കർത്താവായ യേശു അവൻ രക്ഷകനാണ്, അവൻ ഏക രക്ഷകനാണ്, അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അതിനാൽ ആ ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഈ നൈറ്റ് വിജിൽ രാത്രി നമ്മളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ പോവുകയാണ്, കണ്ണുനീർ തുടയ്ക്കാൻ പോവുകയാണ്, വേദനകൾ ഒപ്പിയെടുക്കാൻ പോവുകയാണ്, അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു. ഒന്ന് കരങ്ങളൊന്ന് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇതാ ദൈവം സർവശക്തൻ, സർവാധിപൻ, അത്യുന്നതൻ നമ്മുടെ സന്നിധിയിലേക്ക് എഴുന്നള്ളി വരുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഇതാ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് അങ്ങേ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങേ സ്വീകരിക്കുന്നു, എൻ്റെ ആവശ്യങ്ങളിലേക്ക് അങ്ങേ സ്വീകരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്ന കരങ്ങൾ ഉയർത്തി നീട്ടിപ്പിടിച്ച് യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ശിരസ്സ് നമിച്ച് പാടി ആരാധിക്കാം. യേശുവേ ആരാധന, 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 ആയിരം ആരാധന, 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 യേശുവേ ആരാധന.
ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ ആരാധനയുടെ സമയം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ ആരാധന സമയം ദൈവമേ എൻ്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ എന്ന് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കണ്ണുകളടച്ച് ഈ ആരാധന കർത്താവെ എന്നെ പുതുക്കിപ്പണിയുന്ന സമയമാണ്. എൻ്റെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ഏറ്റെടുക്കുന്ന സമയമാണ്. നീ ഈ സമയം നിന്നെ തന്നെ സമർപ്പിക്കുക. 2024 നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ വർഷമാണ്. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ സംഭവങ്ങളെ ഓർത്തുകൊണ്ട് നിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. കർത്താവ് പുതുക്കിപ്പണിയുമ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള വലിയൊരു തീരുമാനം. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം. നമുക്കെല്ലാവർക്കും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുമോ അതുപോലെ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെന്ന് വിളിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. സ്വരമുയർത്തി എല്ലാവരും വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അത്ഭുതകരമായ ദൈവശക്തി, അത്ഭുതകരമായ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ, നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. പോരാ പോരാ പോരാ, സ്വരമുയരട്ടെ, നാവ് തുറക്കട്ടെ, ഹൃദയം തുറക്കപ്പെടട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഈ ശുശ്രൂഷ സമയം തന്നെ കർത്താവ് പുതുക്കിപ്പണിയട്ടെ. ഈ പ്രാർത്ഥനാ സമയം തന്നെ പരിശുദ്ധാരാധനയിലുള്ള ദൈവം നിന്റെ പക്കലേക്ക് കടന്നു വന്ന് നിന്നെ ശക്തിപ്പെടുത്തുന്നു, നിന്നെ ബലപ്പെടുത്തുന്നു, നിന്നെ ഇതാ ഏറ്റെടുക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈശോയേന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അഭിഷേകത്തിന് ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. എല്ലാവരും ചേർന്ന് ചേർന്ന് അമേൻ, അമേൻ, അമേൻ. കയ്യെ കടിച്ച് സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കയ്യെ കടിച്ച് നൃത്തം ചെയ്ത് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. 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 ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. ആത്മനാഥൻ എൻ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൈയടിച്ചേ, നടുകൈയടിച്ചേ ശക്തിയോടെ. ഓ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ശരീരം സമർപ്പിച്ച് കൈയടിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. ആമേൻ. രോഗങ്ങൾ സമർപ്പിച്ച് കൈയടിക്കട്ടെ. ശരീരത്തിലെ പാപവാസനകൾ സമർപ്പിച്ച് കൈയടിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള ഓർമ്മകളെ സമർപ്പിച്ച് കൈയടിക്കട്ടെ. കർത്താവ് പുതുക്കിപ്പണി. നീ ആയിരിക്കുന്നിടങ്ങളിൽ ഈ സമയം വിശ്വസിച്ച് കൈകൾ ഉയർത്തി കൈയടിക്കട്ടെ. ആമേൻ. കൈകൾ താഴ്ത്തി. മുഴക്കം പോലെ അവന്റെ ആജ്ഞാഗമിച്ചിടുന്നു. പെരുവെള്ളത്തിൻ ഇറച്ചി പോലെ അവന്റെ ശബ്ദം മുഴങ്ങിടുന്നു. മുഴക്കം പോലെ
ആരാധിക്കാം. ആരാധിക്കാം നാം ആത്മാവിലും, യേശുവേ, ആരാധിക്കാം നാം സത്യത്തിലും, ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും, ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ കർത്താവേ, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷ സമയം തന്നെ കർത്താവ് സ്പർശിക്കട്ടെ. അഭിഷേകം ഓ കർത്താവേ സമർപ്പിക്കുന്നു. ശക്തിയും ബല അഭിഷേകം ചൊരിയണമേ. കൈകളടിച്ച് കൈയടിച്ച് 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 പാടി നൃത്തം ചവിട്ടേ. നിന്റെ വീട്ടിലേക്ക് അഭിഷേകം, നിന്റെ വീട്ടിലേക്ക് അഭിഷേകം, നിന്റെ ജോലി സ്ഥലത്തേക്ക് അഭിഷേകം, നിന്റെ കൂട്ടുകെട്ടിലേക്ക് അഭിഷേകം, നിന്റെ കുടുംബ ബന്ധങ്ങളിലേക്ക് അഭിഷേകം, തകർച്ചകളിലേക്ക് അഭിഷേകം. പ്രാർത്ഥിക്കട്ടെ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുമ്പോൾ, വാഗ്ദത്തം പോലെ വാഗ്ദത്തപോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുമ്പോൾ. ആമേൻ, ആമേൻ. മധ്യവന്ന അനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യവന്ന അനുഗ്രഹം ചെയ്തിടാമെന്നുര, ചെയ്തവൻ നീ മാത്രമാ, നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. യേശുവേ ആരാധന. ചെയ്തവൻ നീ മാത്രമാ, നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. കൈകൾ ഉയർത്തി ആരാധന കൈകൾ അടിച്ച് പാടി പാടി. ആരാധിച്ചിടുന്നിതാ. ആമേൻ, ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും എല്ലാവരും ആഴിയും ഊഴിയും നിർമ്മിച്ചതാ, ആഴിയും ഊഴിയും ആഴിയുമൂഴിയും നിർമ്മിച്ചതാകണേ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകൾ അഴിയട്ടെ. അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവശക്തി വ്യാപരിക്കും. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ഈ 2024 അഭിഷേകത്തിന്റെ പുതുക്കി പണിയുന്ന അനുഭവം ഓ കർത്താവെ പുതുക്കി പണിയട്ടെ. ആമേൻ, ആമേൻ. കൈയടിച്ച് കൈയടിച്ച് ശക്തിയോടെ. ആമേൻ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ സമയം പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കാതെ, ദൈവവിചാരമില്ലാതെ, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ആരെങ്കിലും ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ കൈയടിച്ച്. ദുശീലങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് കൈയടിച്ചു. കർത്താവേ, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബിന്റെ പുസ്തകം 42:10 ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവന്റെ ഐശ്വര്യം തിരികെ കൊടുത്തു. അത് 10 മടങ്ങായി വർദ്ധിപ്പിച്ചു. കർത്താവേ, ഈ നിമിഷം മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിച്ച് പാടി സ്തുതിക്കുന്നു. കർത്താവേ, അഭിഷേകം ഇരട്ടിയാക്കണമേ. സൈന്യത്താലെ അല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. പഠിക്കോ? സൈന്യത്താലെയല്ല, ശക്തിയാലെ. ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ഒരിക്കൽ കൂടെ പാടിക്കേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആമേൻ, ആമേൻ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ ആർത്തുപാടി. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ല് കയറ്റാം, ദൈവസഭ കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് പാടി പാടി. അഭിഷേകം, അഭിഷേകം.
അഭിഷേകം മുൻമഴ പുതുക്കി പണിയട്ടെ. പരമപിതാവേ പിന്മഴ ആമേൻ, ആമേൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. മിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, ജനമുണർന്നു നിഞ്ജനമുണർന്നു വേല വേല ചെയ്യുവാൻ. മിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല രണ്ട് ചെയ്യുവാൻ. കരങ്ങളും ഉയർത്തി ഈശോയേ. അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ബുദ്ധിക്ക് പണിയട്ടെ കർത്താവേ, ബുദ്ധിക്ക് പണിയട്ടെ കർത്താവേ. തകർച്ചയിൽ കഴിയുന്ന ദൈവജനം ഈ സമയം ദൈവത്തിന്റെ അത്ഭുത ശക്തി സ്വീകരിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകത്തിൽ ജ്വലിപ്പിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ആമേൻ, 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 ആമേൻ. കർത്താവേ, വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, ഏറ്റെടുക്കുന്നു, ഏറ്റെടുക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആരാധന, 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 ആരാധന. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് എവിടെയാണെങ്കിലും ഈ സമയം ഇതാ രണ്ട് കരങ്ങൾ നിങ്ങളുടെ ശിരസിൽ കമഴ്ത്തി വെച്ച് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ് ആൻഡ് ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച് നിന്റെ ശരീരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ശരീരത്തെ പുതുക്കി പണിയുകയാണ്. നിന്റെ ശിരസ് മുതൽ ഉള്ളം കാല് വരെ ഈശോയെ അങ്ങ് സ്പർശിക്കണമേ. പലവിധ രോഗപീഠകളിൽ അസ്വസ്ഥപ്പെടുന്ന ശരീരമാണ് നമ്മുടെ ശരീരം. ഇതാ ഈ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ശിരസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശിരസിലുള്ള എല്ലാ രോഗങ്ങളും സമർപ്പിക്കുക. ഒരുപക്ഷെ തലവേദന അനുഭവപ്പെടുന്നവർ, മൈഗ്രെയിൻ, സൈനസ് രോഗങ്ങൾ, തലയ്ക്ക് ഭാരം, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ സമർപ്പിച്ച്, തലമുടി കൊഴിയുന്ന അലർജി രോഗങ്ങൾ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണ് സമർപ്പിക്കുക. കാഴ്ചശക്തി സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കുക. കണ്ണിൽ ചൊറിച്ചില്, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കാഴ്ചശക്തി കുറയുക, രോഗങ്ങൾ സമർപ്പിക്കുന്നു. മൂക്ക്, നാസാരന്തര സമർപ്പിക്കുക. ചുണ്ട്, പല്ല്, നാവ് ഓ കർത്താവെ സമർപ്പിക്കുന്നു. നിന്റെ ചെവികളെ സമർപ്പിക്കുക. കേൾവി സംബന്ധമായ രോഗങ്ങൾ, ചെവിയിൽ പഴുപ്പ്, ചെവിക്ക് വേദന, ചെവിയിൽ ഇങ്ങനെ മൂളിച്ച പോലെ കേൾക്കുന്ന അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ്, നീ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ നിന്നെ സ്പർശിക്കും. നിന്റെ കഴുത്ത് സമർപ്പിക്കുക. കഴുത്തിന്റെ വേദന, പെടലി വേദന, ത്രോട്ട് ഇൻഫെക്ഷൻ, തൊണ്ടവേദന, സ്വര സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കുക. ഈശോയെ സൗഖ്യപ്പെടുത്തണേ. രണ്ട് കൈകളുടെ ബലക്കുറവ്, തോളറ്റം, അസ്ഥികളുടെ വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് പുതുക്കിപ്പണിയും, കർത്താവ് പുതുക്കിപ്പണിയും. കർത്താവ് ഇതാ നിന്റെ ശരീരത്തിൽ ഇടപെടുകയാണ്. കൈകളിലേക്ക് ബലം വ്യാപരിക്കപ്പെടട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ചെസ്റ്റ്. നെഞ്ചിന്റെ വേദന, ശ്വാസം മുട്ടല്, ഉറക്കം കിട്ടാത്ത അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്നെ തൊടണേ, സൗഖ്യപ്പെടുത്തണേ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ സമർപ്പിച്ചേ. ചെറുതും വലുതുമായ രോഗങ്ങൾ, രോഗപീഠകൾ സമർപ്പിക്കുക. നിന്റെ ലങ്സ് സമർപ്പിക്കുക. ലിവർ ഫങ്ഷൻ സമർപ്പിക്കുക. കിഡ്നി സമർപ്പിക്കുക. ദഹനേന്ദ്രിയം, എൻ്റയർ ഡൈജഷൻ പ്രോസസ്, വൻകുടൽ, ചെറുകുടൽ കർത്താവെ സമർപ്പിക്കുന്നു. കർത്താവെ, വയർ, ഉദര സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ സ്പർശിക്കണമേ. വയറുവേദന, ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കാനിക്കാൻ വരുന്ന അവസ്ഥ, വയർ വീർക്കുന്ന അവസ്ഥ, അൾസർ, ദഹനീയന്ദ്രിയം മുഴുവൻ സമർപ്പിക്കട്ടെ. കർത്താവെ, അസിഡിറ്റി രോഗങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കണമേ. നടുവിന്റെ വേദന, പുറം വേദന സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വീഴ്ചയിലൂടെ ഭാഗമായിട്ടുണ്ടായ വേദനകളൊക്കെ സമർപ്പിക്കട്ടെ. ഈശോയെ തൊടണേ, ഈശോയെ തൊടണേ. കർത്താവ്, എന്നെ പുതുക്കിപ്പണിയണേ. നിന്റെ എല്ലാ രോഗങ്ങളും, പ്രത്യേകിച്ച് ലൈംഗിക സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കുക. അലർജി രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ സ്പർശിക്കണമേ, സ്പർശിക്കണമേ. യൂറിനറി ഇൻഫെക്ഷൻസ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, പൈൽസ്, ബ്ലീഡിംഗ് രോഗങ്ങൾ സമർപ്പിച്ച് കർത്താവെ സ്പർശിക്കണമേ. രണ്ട് കാലുകൾ, കാലിന്റെ ബലക്കുറവ്, അസ്ഥികളുടെ തേയ്മാനം, മസിൽ പെയിൻ, മുട്ടിന്റെ വേദന, മുട്ടിന്റെ തേയ്മാനം, മുട്ടുകുത്താൻ ബുദ്ധിമുട്ട്, നടക്കാൻ ബുദ്ധിമുട്ട്, കാലിന്റെ വേദന, കാൽപാദങ്ങൾ,
ഉപ്പൂറ്റ് വേദന സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഓ കർത്താവെ, സ്പർശിക്കണമേ. ഈ സമയം തന്നെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയം തന്നെ എന്നെ സ്പർശിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നിനക്കുള്ള രോഗം അതെന്താണോ? ക്യാൻസർ രോഗങ്ങൾ, നീണ്ട നാളായിട്ട് നീ അനുഭവിക്കുന്ന രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ മേല് കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ കർത്താവ് ഇടപെടട്ടെ. കർത്താവ് നിന്നെ പുതുക്കി പണിയട്ടെ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി, ഈശോയേന്ന് ദാഹത്തോടെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, രോഗപീഠകളിലേക്ക് കർത്താവ് അങ്ങ് കടന്നു വരട്ടെ. കർത്താവ് എന്നെ പുതുക്കി പണിയണമേ. കർത്താവെ, ശക്തിപ്പെടുത്തണമേ. അടഞ്ഞ വഴികൾ തുറക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. യേശയ്യ 22:22 അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. ഓ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ജെറമിയ 17:14 കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവ് എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം. കർത്താവ് വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. കർത്താവ് ഏറ്റെടുക്കുന്നു. ഈശോയെ, സ്പർശിക്കണേ. ബലം, അഭിഷേകം വ്യാപരിക്കട്ടെ. ഈശോയെ, ആരാധന. പുതുക്കി പണിയുന്ന സ്നേഹമേ, അങ്ങേക്കാരാധന സ്തോത്രം. എന്നെ പുതുക്കി പണിയുന്ന സ്നേഹമേ, അങ്ങേക്കാരാധന സ്തോത്രം. യേശുവേ, എന്നെ പുതുക്കി പണിയുന്ന സ്നേഹമേ, അങ്ങേക്കാരാധന സ്തോത്രം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത്. എന്നെ പുതുക്കി പണിയുന്ന സ്നേഹമേ, അങ്ങേക്കാരാധന സ്തോത്രം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നിന്റെ മനസ്സിലെ വിഷമം കൊടുത്തേ. കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർത്തോണ്ടിരിക്കേണ്ട, ഭാരപ്പെടണ്ട. കുറെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ നിന്നെ വേട്ടയാടുന്നുണ്ട്. ചില ആളുകൾ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നീ ഇടപെട്ടപ്പോൾ നിനക്കുണ്ടായ ദുഃഖങ്ങൾ, അനുഭവങ്ങൾ നിന്റെ മനസ്സിൽ ഇങ്ങനെ തിളം കെട്ടി കിടക്കുവാണ്. ഈശോയെ, ഈ സമയം അതെല്ലാം സമർപ്പിക്കുന്നു. എന്നെ ഭാരപ്പെടുത്തുന്ന, മുമ്പോട്ട് ആത്മീയ മേഖലയിൽ വളരാൻ തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ, ചില തെറ്റായ സ്നേഹബന്ധങ്ങളാവാം, ചില ബന്ധങ്ങളാവാം, ബന്ധങ്ങളുടെ തകർച്ചകളാവാം, ചില കൂട്ടുകെട്ടുകളാവാം. സമർപ്പിച്ചോ. മനസ്സിലുള്ള എല്ലാ ഭാരവും, നിരാശ, ദുഃഖം, ഭയചിന്തകൾ കർത്താവെ പുതുക്കി പണിയണേ. എന്നെ പുതുക്കി പണിയണമേ. നിന്റെ വീടിനോ മനസ്സിലൊന്നോർത്ത് വീടിന്റെ കാര്യങ്ങൾ, വീട്ടിലുള്ള അസ്വസ്ഥത സമർപ്പിച്ചേ. ഓ കർത്താവെ, സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ വീട്ടിലെ ചില കാര്യങ്ങൾ, നീണ്ട നാളായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ചില അനുഭവങ്ങൾ, അത് വല്ലാത്ത കഷ്ടം പിടിച്ച അനുഭവങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. കർത്താവെ, ചില കാര്യങ്ങൾ കർത്താവെ, ഈ മേഖലകളിൽ ഇടപെടണമേ. കർത്താവെ, ഞങ്ങളെ പുതുക്കി പണിയണേ. കർത്താവെ, എസെക്കിയേൽ പ്രവചനത്തിലെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. വരണ്ട അസ്ഥിയുടെ അവസ്ഥയാണ് ഞങ്ങളുടെ ചില കാര്യങ്ങളിൽ. കർത്താവെ, അവയ്ക്ക് ജീവൻ കൊടുക്കണേ, മാംസം വെച്ച് കൊടുക്കണേ, ഞരമ്പ് വെച്ച് കൊടുക്കണമേ. അവയുടെ മേൽ അങ്ങയുടെ ആത്മാവ് പ്രവഹിക്കട്ടെ. അവയുടെ മേൽ അങ്ങയുടെ ആത്മാവ് പ്രവഹിക്കട്ടെ. ഒരു സൈന്യം പോലെ ഉയർന്നു നിന്ന അസ്ഥികളുടെ താഴ്വര എസെക്കിയേൽ പ്രവചനം ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ വരണ്ട അസ്ഥിയുടെ അവസ്ഥയിൽ നിന്ന് കർത്താവേ പുതുക്കി പണിയുന്ന അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഉയർന്നു നിൽക്കും. ഒരു സൈന്യം പോലെ ഉയർന്നു നിൽക്കും കർത്താവേ, നിനക്ക് വേണ്ടി ഉയർന്നു നിൽക്കും. 2024 ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവജനം ഒന്നാകെ ഉണർന്നു നിൽക്കുന്ന സൈന്യം പോലെ ദൈവജനം ഉണർന്നു നിൽക്കുന്ന സമയം. ഒരു നിരാശയിൽ ഞങ്ങൾ അടിമപ്പെടില്ല. മറ്റുള്ളവരുടെ ചിന്തകൾക്ക് ഞങ്ങൾ അടിമപ്പെടില്ല. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഏറ്റെടുക്കും. വചനത്തിന്റെ ശക്തി നിന്റെ മേൽ നിറയും. വരണ്ട അസ്ഥികളെ ആത്മാവിൽ ഇതാ ജ്വലിക്കട്ടെ. ഒരു സൈന്യം പോലെ ഉയർന്നു നിൽക്കട്ടെ. നിന്റെ വീട്ടിൽ നീ കരഞ്ഞോണ്ട് ജീവിക്കണ്ട.
ഇവിടെ നീ സങ്കടപ്പെടേണ്ട. നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. നിന്റെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട്. യേശു നിന്നെ പണിതുയർത്തുന്നു. വരണ്ട അസ്ഥികൾ ഒരു സൈന്യം പോലെ ഉയർന്നു നിന്നെങ്കിൽ ഈ സമയം നിന്റെ മേൽ കർത്താവിന്റെ ആത്മാവ്, നിന്റെ ജീവിതത്തിന്റെ മേൽ കർത്താവിന്റെ ആത്മാവ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ആത്മാവേ അഭിഷേകം എന്റെ മേൽ ചൊരിയപ്പെടട്ടെ. എതിർചിന്തകൾ മാറട്ടെ, എതിർചിന്തകൾ മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, ആത്മാവിന്റെ ജ്വലനം സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ഓ കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ, 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 ആമേൻ. Mighty power, mighty anointing, mighty anointing. The name power, anointing സംഭവിക്കട്ടെ. ഓ Holy Spirit, പരിശുദ്ധാത്മാവേ, take control upon us. ആമേൻ. Power. കൈയടിച്ചേ, കൈയടിച്ചേ, ശക്തിയോടെ. ആമേൻ, ശക്തിയോടെ, സന്തോഷത്തോടെ. ആത്മാവേ, പുതുതായി മാറ്റണമേ ആത്മാവേ. പഠിക്കേ. ജീവൻ പകരണമേ ആത്മാവേ. ആത്മാവേ, പുതുതായി മാറ്റണമേ ആത്മാവേ. യെസ്. ജീവൻ പകരണമേ ആത്മാവേ. പുതുതായി മാറ്റണമേ ആത്മാവേ. ചേർന്ന്, ചേർന്ന്, ചേർന്ന്. ജീവൻ പകരണമേ ആത്മാവേ. Mighty deliverance. പുതുതായി മാറ്റണമേ ആത്മാവേ. ജീവൻ പകരണമേ ആത്മാവേ. പുതുതായി മാറ്റണമേ ആത്മാവേ. ആത്മാവേ. ആമേൻ, ആമേൻ. ജീവൻ പകരണമേ ആത്മാവേ. പാടി, 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 പാടി. പുതുതായി മാറ്റണമേ ആത്മാവേ. കൈകൾ ഉയർത്തി ഒന്ന് കൈയടിച്ചേ. ആമേൻ. ജീവൻ പകരണമേ ആത്മാവേ. പുതുതായി മാറ്റണമേ ആത്മാവേ. പാടി, പാടി, പാടി. ജീവൻ പകരണമേ ആത്മാവേ. ആത്മാവേ. പുതുതായി മാറ്റണമേ ആത്മാവേ. എല്ലാവരും, എല്ലാവരും. ജീവൻ പകരണമേ ആത്മാവേ. പുതുതായി മാറ്റണമേ ആത്മാവേ. ജീവൻ പകരണമേ ആത്മാവേ. പുതുതായി മാറ്റണമേ ആത്മാവേ. ആമേൻ, ആമേൻ. ജീവൻ പകരണമേ ആത്മാവേ. പുതുതായി മാറ്റണമേ ആത്മാവേ. ജീവൻ പകരണമേ ആത്മാവേ. പുതുതായി മാറ്റണമേ ആത്മാവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവേ, പുതുക്കിപ്പണി സ്നേഹത്തോട് mighty power, mighty anointing. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിനാൽ വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. വലുതുയർത്തി നമ്മുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലും വിദൂരങ്ങളിലും ജോലി സ്ഥലത്തും പഠന മേഖലയായിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മക്കളെ അവിടുന്ന് ഈ രാത്രിയിൽ സന്ദർശിക്കണമേ. കുടുംബത്തിന് അനുഗ്രഹമായി, അഭിമാനമായി കർത്താവെ മക്കളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. തെറ്റായ ബന്ധത്തിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ, തഴക്ക് ദോഷങ്ങളിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ അനുഗ്രഹത്തിന് രാത്രിയിൽ നമ്മുടെ മക്കളെ ഈശോ അനുഗ്രഹിക്കും. വലുതരം ഉയർത്തി നമ്മുടെ എല്ലാ മക്കളെ നമുക്കൊരു നിമിഷം യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ അവിടെ ഞങ്ങളുടെ മക്കളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ജനിച്ചു വളർന്ന
ഞങ്ങളുടെ നാടിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും കർത്താവെ, ഞങ്ങൾ വസിക്കുന്ന രാജ്യത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ ഉന്നത സ്ഥാനീയരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ വചനം ഈ രാജ്യത്തെല്ലാം പ്രഘോഷിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വരുതരം ഉയർത്തി നമുക്ക് നമ്മുടെ മാതൃരാജ്യത്തെ സ്നേഹിച്ച് മാതൃരാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ജീവിക്കാൻ അനുവദിച്ച ഈ രാജ്യത്തെ നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ഇന്ത്യ മഹാരാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, ആരാധന, 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 ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ. കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് ആഗോള കത്തോലിക്ക തിരുസഭയെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ഭൗതിക ശരീരമാണ് തിരുസഭ. മാർപ്പാപ്പയെയും എല്ലാ കർദിനാൾമാരെയും എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും എല്ലാ സന്യസ്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. തിരുസഭയെ കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് തിരുസഭയുടെ മേൽ അവിടുത്തെ ആധിപത്യം അവിടെ സ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തിരുസഭയെ കർത്താവെ അവിടുന്ന് ആസ്വദിക്കണമേ. ലോകത്തിന് അനുഗ്രഹമായി തിരുസഭയെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ മേൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും കർത്താവെ അവിടുന്ന് നിർവീര്യമാക്കണമേ. വീണ്ടും വലിയ അഭിഷേകം, വീണ്ടും വലിയ ശക്തി, വീണ്ടും അനേക ദൈവ വിളികൾ നൽകി കർത്താവെ തിരുസഭയെ അനുഗ്രഹിക്കണമേ. വലുതരം ഉയർത്തി തിരുസഭയെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, കൃപയുടെ ആധിക്യത്താലേ എന്നും നടത്തിയിടണേ എൻ്റെ യേശുനാഥ. കൃപയുടെ ആധിക്യത്താലേ എന്നും നടത്തിയിടണേ എൻ്റെ യേശുനാഥ. കർത്താവെ, ഷാലോമിനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം പ്രഘോഷിക്കാൻ, കർത്താവെ അങ്ങ് ഏക സത്യമാണ് ദൈവമാണെന്ന് ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ കർത്താവെ അവിടുത്തെ മിനിസ്ട്രി അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ശാലോം ശുശ്രൂഷകരെയും ശാലോം നേതൃത്വത്തെയും ശാലോമിൻ്റെ എല്ലാ മിനിസ്ട്രികളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാലോമിനെ സഹായിക്കുന്നവരെയും ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും കർത്താവെ അവിടുന്ന് ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഫ്രാൻസിസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന പോട്ട ആശ്രമത്തെ, ധ്യാനകേന്ദ്രത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ പ്രിയപ്പെട്ട അഭിഷേകത്തിനെ സഭയ്ക്കും ലോകത്തിനും അനുഗ്രഹമാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഷാലോമിനെ അനുഗ്രഹിക്കാം, പോട്ട ആശ്രമത്തെ അനുഗ്രഹിക്കാം, സഭയെ അനുഗ്രഹിക്കാം, ധ്യാനകേന്ദ്രത്തെ അനുഗ്രഹിക്കാം. ഈശോ ഈ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിച്ച് ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ മിനിസ്ട്രിയെയും എല്ലാം അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വലിയ ആദരവോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അവിടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ നാടിനെയും എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചില ശ്രമിച്ച് ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 ആയിരം ആരാധന, ആരാധന, ആരാധന,
യേശുവേ ആരാധന 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 ആയിരം ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈയടിച്ച് പാടിടാം കർത്തനെ സ്തുതിച്ചിടാം സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. കൈയടിച്ചു പാടിടാം കർത്തനെ സ്തുതിച്ചിടാം സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ എല്ലാവർക്കും അറിയാവുന്ന പഴയ ഗാനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും കൈയടിച്ച് പാടിടാം കർത്തനെ സ്തുതിച്ചിടാം സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. കൈയടിച്ച് പാടിടാം കർത്തനെ സ്തുതിച്ചിടാം സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ജീവനോടെ